ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 3 സ്ട്രക്ചേഴ്സാണ്. ഏതൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ്? കീപ് പ്ലസ് ing ഫോം ഓഫ് എ വേർബ്, സ്റ്റാർട്ട് പ്ലസ് ing ഫോം ഓഫ് എ വേർബ്, സ്റ്റോപ്പ് പ്ലസ് ing ഫോം ഓഫ് എ വേർബ്. ആദ്യത്തേത് കീപ് പ്ലസ് ing ഫോം ഓഫ് എ വേർബ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തുടർന്നുകൊണ്ടിരിക്കൂ എന്ന് പറയില്ലേ? ഫോർ എക്സാമ്പിൾ, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങളുടെ സംസാരം തുടരൂ, സംസാരിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയില്ലേ? അത് തന്നെയാണ് കീപ് പ്ലസ് ing ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചിരിച്ചുകൊണ്ടിരിക്കൂ, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി തുടരൂ എന്ന്. കീപ് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ കീപ് പ്ലസ് പ്രാക്ടീസ് എന്ന വേർബിൻ്റെ ing ഫോമാണ് കീപ് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യൽ തുടരൂ. കീപ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആ ഒരു പ്രവൃത്തി തുടരൂ. കീപ് ട്രൈയിങ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരിക്കൂ, ആ ശ്രമിക്കുക എന്ന ഒരു പ്രവൃത്തി തുടരൂ. കീപ് സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ, അത് തുടരൂ. കീപ് ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം തുടരൂ എന്നാണ്. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ, ജീവിതം മനോഹരമാണ്. എങ്ങനെയാണത് പറയുന്നത്? പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ കീപ് സ്മൈലിംഗ്, സ്മൈൽ എന്ന വേർബിൻ്റെ ing ഫോം. കീപ് സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം മനോഹരമാണ്. വിജയിക്കുന്നതുവരെ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഷി വിൽ കീപ് ട്രൈയിങ് അൺടിൽ ഷീ സക്സീഡ്സ്. അവൾ വിജയിക്കുന്നതുവരെ, ഷി വിൽ കീപ് ട്രൈയിങ്, അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശ്രമിക്കുക എന്ന ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. ഷി വിൽ കീപ് ട്രൈയിങ്. നോക്കൂ, ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഫ്യൂച്ചർ ടെൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷി വിൽ കീപ് ട്രൈയിങ് എന്നുപയോഗിച്ചത്. വീട്ടിൽ ഫോൺ മറക്കുന്നത്, അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലെപ്പോഴും ഫോൺ ഇങ്ങനെ മറന്നു വയ്ക്കുക എന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്നാണ്. ഹീ കീപ്സ് ഫോർഗെറ്റിംഗ് ഹിസ് ഫോൺ അറ്റ് ഹോം. ഹീ കീപ്സ് ഫോർഗെറ്റിംഗ് ഹിസ് ഫോൺ അറ്റ് ഹോം. ഫോർഗെറ്റ് എന്ന വേർബിൻ്റെ ing ഫോം. ഹീ കീപ്സ് എന്നുപയോഗിച്ചത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ഒരു സെൻറ്റൻസാണ് അത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടത്തം തുടരൂ. കീപ് വാക്കിംഗ്, ഡോണ്ട് ലുക്ക് ബാക്ക്. പഠിച്ചുകൊണ്ടിരിക്കൂ, പഠിക്കുന്ന ആ ഒരു പ്രവൃത്തി തുടരൂ എന്നാണ് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾ വേഗത്തിൽ തന്നെ ഒരു എക്സ്പേർട്ടാവും. കീപ് ലേണിംഗ്, യു വിൽ ബി ആൻ എക്സ്പേർട്ട് സൂൺ. കീപ് ലേണിംഗ്, ലേണിംഗ് എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു പ്രവൃത്തി തുടരൂ. കീപ് ലേണിംഗ്, യു വിൽ ബി ആൻ എക്സ്പേർട്ട് സൂൺ. നിങ്ങൾ വേഗം തന്നെ ഒരു എക്സ്പേർട്ട് ആകും. എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യുക എന്നതിന് ഡു എന്ന വേർബാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഐ വിൽ കീപ് ഡൂയിങ് മൈ ബെസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ സ്റ്റാർട്ട് പ്ലസ് ing ഫോം ഓഫ് എ വേർബ് ആണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങൂ എന്നാണ്. ഇതും നമുക്ക് എല്ലാ ടെൻസിലും ഉപയോഗിക്കാം. സ്റ്റാർട്ട് ക്രൈയിങ് എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങൂ. സ്റ്റാർട്ടഡ് ക്രൈയിങ് എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി.
സ്റ്റാർട്ട് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കാൻ തുടങ്ങൂ. സ്റ്റാർട്ടഡ് വർക്കിംഗ് എന്നാണെങ്കിലോ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കൂ. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ആ ന്യൂസ് കേട്ടപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. കഴിഞ്ഞ വർഷം അവൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഗിറ്റാർ ലാസ്റ്റ് ഇയർ. സ്റ്റാർട്ടഡ് പ്ലേയിങ് എന്നാണ്. സ്റ്റാർട്ടഡ് അത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണ്. സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ പ്രോജക്റ്റ് നൗ. ഇപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങൂ. സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ പ്രോജക്റ്റ് നൗ. അവർ ആ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഡിസ്കസിങ് ദ പ്ലാൻ. കുട്ടികൾ പുറത്ത് കളിക്കാൻ തുടങ്ങി. ദ കിഡ്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഔട്ട്സൈഡ്. അവൾ ഓൺലൈനായിട്ട് ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രഞ്ച് ഓൺലൈൻ. നിങ്ങളുടെ സ്റ്റോറി എഴുതാൻ തുടങ്ങൂ. നല്ല ഒരു ആശയമാണ് അത്. സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ സ്റ്റോറി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ബോഡി ഫിറ്റ് ആവുന്നതിന് വേണ്ടി അവൻ ഓടാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് ടു ഗെറ്റ് ഫിറ്റ്. ഇനി ഒരു സ്ട്രക്ചർ കൂടി നമ്മളിന്ന് പഠിക്കുന്നു. സ്റ്റോപ്പ് പ്ലസ് ING ഫോം ഓഫ് എ വെർബ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക. ഒരു കാര്യം സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നത് നിർത്തു എന്നാണ്. സ്റ്റോപ്പ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് നിർത്തു. സ്റ്റോപ്പ് പ്ലേയിങ് കളിക്കുന്നത് നിർത്തു. സ്റ്റോപ്പ് റീഡിങ് റീഡ് ചെയ്യുന്നത് വായിക്കുന്നത് നിർത്തു. അങ്ങനെ ഇതും ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ആകാം. സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. സമയം പാഴാക്കുന്നത് നിർത്തു. സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ്. ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തു. സ്റ്റോപ്പ് ടോക്കിംഗ് പ്ലീസ്. സംസാരിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തു. ഷീ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് എബൌട്ട് ഹിം. അവനെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്താൻ അവൾക്ക് കഴിയില്ല. വറി ചെയ്യുന്നത് വേവലാതിപ്പെടുന്നത് നിർത്തു. എല്ലാം ശരിയാവും. അതെങ്ങനെ പറയും? സ്റ്റോപ്പ് വറിയിങ്, എവറിത്തിങ് വിൽ ബി ഫൈൻ. സ്റ്റോപ്പ് വറിയിങ്, എവറിത്തിങ് വിൽ ബി ഫൈൻ. വറി എന്നതിൻ്റെ കൂടെ ING ചേർത്തപ്പോൾ വറിയിങ്. സ്റ്റോപ്പ് വറിയിങ്. ഗെയിംസ് കളിക്കുന്നത് നിർത്തു. എന്നിട്ട് ഹോംവർക്ക് ചെയ്യൂ. സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ് ആൻഡ് ഡു യുവർ ഹോംവർക്ക്. കഴിഞ്ഞ വർഷം അവൻ പുകവലി സ്റ്റോപ്പ് ചെയ്തു. ഹീ സ്റ്റോപ്ഡ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ മാസം അവൾ ഷുഗർ കഴിക്കുന്നത് നിർത്തി. ഷീ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഷുഗർ ലാസ്റ്റ് മന്ത്. തീയിൽ കളിക്കുന്നത് നിർത്തു. അത് വളരെ അപകടകരമാണ്. സ്റ്റോപ്പ് പ്ലേയിങ് വിത്ത് ഫയർ. ഇറ്റ്സ് ഡേഞ്ചറസ്. ഇന്ന് നമ്മൾ 3 സ്ട്രക്ചേഴ്സ് പഠിച്ചു. വളരെ വളരെ ഈസിയാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രക്ചേഴ്സാണ്. കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.